നമസ്കാരം. റെസ്പോൺസ് കേരളയിലേക്ക് സ്വാഗതം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഏറെ നിർണായകമായ വാർത്തയാണ് ഇന്ന് പുറത്തു വന്നത്. ഇന്നലെ രാത്രി കിടന്നുറങ്ങാൻ പോവുകയായിരുന്ന മുരാരി ബാബുവിനെ അവിടെ ചെന്ന് SIT സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന വാർത്തയാണ് ഇന്ന് രാവിലെയോടുകൂടി പുറത്തു വന്നത്. ആരെയും അറിയിക്കാതെയായിരുന്നു SITയുടെ അറസ്റ്റ്. മുരാരി ബാബുവിന്റെ പെരുന്നയിലെ വീട്ടിലെത്തുകയും അവിടെ നിന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് അവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തിച്ച ശേഷം അവിടെ ചോദ്യം ചെയ്യലായിരുന്നു. രാത്രി മുഴുവൻ നീണ്ട ചോദ്യം ചെയ്യൽ. അങ്ങനെ രാത്രി മുഴുവൻ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം ഇന്ന് തിരികെ റാന്നിയിലേക്ക് എത്തിക്കുകയും അവിടെ നിന്ന് തുടർ നടപടി സ്വീകരിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യും എന്നാണ് SIT അറിയിച്ചിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഏറെ നിർണായകമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇന്ന് പിടിയിലായിരിക്കുന്നത് എന്നുള്ളതാണ്. മുരാരി ബാബു എന്ന് പറയുന്നത് ഒരു ചെറിയ മീനല്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നത് ഒരു ചെറിയ മീനാണെങ്കിൽ മുരാരി ബാബു ഒരു ചെറിയ മീനല്ല. അത് ഈ കാട്ടുകൊള്ളയുമായി ബന്ധപ്പെട്ട ഉന്നതരിലേക്കുള്ള പാലമാണ് മുരാരി ബാബു എന്ന് പറയുന്ന ഈ ഉദ്യോഗസ്ഥൻ. മുരാരി ബാബു ഒരു ചെറിയ ഉദ്യോഗസ്ഥനല്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ്, ദേവസ്വത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ. അതായത് ഭരണപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുകയും എല്ലാ ഫയലുകളും നോക്കുകയും അത്തരത്തിൽ ആധികാരികമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനും ഭരണനിർവഹണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ ശേഷിയും അധികാരവുമുള്ള വ്യക്തിയാണ് മുരാരി ബാബു എന്ന് പറയുന്നത്. മുരാരി ബാബുവിന്റെ അറസ്റ്റിന് ശേഷം നമ്മൾ ഇന്ന് കാണുന്നത് അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ബന്ധം എന്ന് പറയുന്നത് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുമായിട്ടാണ്. കാരണം NSSന്റെ പെരുന്നയിലെ വൈസ് പ്രസിഡന്റാണ്, പെരുന്ന കരയോഗവുമായി ബന്ധപ്പെട്ട വൈസ് പ്രസിഡന്റാണ് മുരാരി ബാബു എന്ന് പറയുന്നത്. നമുക്കറിയാം NSSന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം, ആസ്ഥാനം എന്നൊക്കെ പറയുന്നത് ഏതാണ്? പെരുന്നയാണ്. പെരുന്നയിലാണ് അവരുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. അവിടെയാണ് അവരുടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അവരുടെ ബജറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ആസ്ഥാന മന്ദിരത്തിലാണ് നടക്കാറുള്ളത്. മന്നത്ത് പത്മനാഭനുമായി ബന്ധപ്പെട്ട സ്മാരകമൊക്കെ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് പെരുന്ന എന്ന് പറയുന്നത്. പെരുന്ന എന്ന് കേൾക്കുമ്പോൾ തന്നെ അത് NSSുമായി ബന്ധപ്പെട്ടും സുകുമാരൻ നായരുമായി ബന്ധപ്പെട്ടും ഒക്കെയാണ് നമ്മൾ പലരും പല സമയത്തായിട്ട് മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് നമ്മൾ റിപ്പോർട്ട് ചെയ്തതും അങ്ങനെ തന്നെയാണ്. അപ്പോ ഈ സുകുമാരൻ നായരുടെ ഒരു വലങ്കൈയായിട്ട് തന്നെയാണ് മുരാരി ബാബു ആ കരയോഗത്തിൽ വൈസ് പ്രസിഡന്റായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. കാലങ്ങളായി സുകുമാരൻ നായരുമായി അടുത്ത ബന്ധമുണ്ട്. ശബരിമല ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് സുകുമാരൻ നായർ നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ഈ ഭക്തജനങ്ങളോടൊപ്പം നിൽക്കുകയും NSS സുപ്രീം കോടതിയിലേക്ക് വരെ പോയി ഈ യുവതീ പ്രവേശനത്തിനെതിരെ വലിയ പോരാട്ടങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്ത സമയത്ത് ആ സമയത്തും മുരാരി ബാബു ഇതിന്റെ ഭാരവാഹിയായിരുന്നു എന്നുള്ളതാണ് ഒരു കൗതുകരമായ കാര്യം. പക്ഷേ ആ സമയം ഇയാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധ എന്ന് പറയുന്നത് അമ്പലം വിഴുങ്ങൽ പ്രവൃത്തിയിലായിരുന്നു. കാരണം അമ്പലത്തിൽ നിന്ന് എന്ത് അടിച്ചു മാറ്റാം എന്നുള്ളതിൽ ക്വാളിഫൈഡ് ബിരുദമെടുത്ത ഭീകരനാണ് ഈ പറയുന്ന മുരാരി ബാബു. തസ്കരന്മാരുടെ തസ്കരന്മാരുടെ തസ്കരൻ എന്നൊക്കെ പറയല്ലോ, അങ്ങനെ തസ്കരന്മാരുടെ തസ്കരനായിട്ടുള്ള തസ്കരശ്രീ പുരസ്കാരം കൊടുക്കേണ്ട ഒരു മഹാനാണ് മുരാരി ബാബു എന്ന് പറയുന്നത്. ഇയാൾ ശബരിമലയിൽ മാത്രമല്ല തട്ടിപ്പ് നടത്തിയത്. വൈക്കം മഹാദേവ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് മുരാരി ബാബു അവിടെ ചുമതലയിൽ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം ഉയർന്നത് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ്. ഏറ്റുമാനൂർ അപ്പന്റെ കാര്യം നമുക്കറിയാമല്ലോ. കേരളത്തില് ഏറ്റുമാനൂരിൽ ഭഗവാന്റെ അഘോര രൂപത്തിൽ ഭഗവാൻ ശിവൻ ഇരിക്കുന്ന ക്ഷേത്രമാണ് ഏറ്റുമാനൂരപ്പന്റെ ക്ഷേത്രം എന്ന് പറയുന്നത്. നമ്മുടെ സകല ദോഷങ്ങൾക്കും ഈ നെഗറ്റീവ് എനർജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും ഒക്കെ നമ്മൾ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ്. ഭഗവാന്റെ അഘോര രൂപത്തിൽ ഭഗവാൻ ഇരിക്കുന്ന, അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് ദക്ഷിണാമൂർത്തി ഭാവത്തിൽ ഭഗവാൻ ഇരിക്കുന്ന ക്ഷേത്രം. ആ ഒരുപാട് ലക്ഷക്കണക്കിന് ഭക്തന്മാർ പോകുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രത്തിൽ ഈ മുരാരി ബാബു അവിടെ ചാർജിലിരിക്കുന്ന സമയത്ത് ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവിടെ പല തരത്തിലുള്ള തട്ടിപ്പ് ഈ മുരാരി ബാബു നടത്തി എന്നാണ് പറയുന്നത്. അയാൾ ആദ്യമായിട്ട് ചെയ്തത് അവിടെ ഒരുപാട് ആനകളെ എഴുന്നള്ളിക്കുന്ന ക്ഷേത്രമാണ്. ഇപ്പൊ ഗുരുവായൂർ ഉൾപ്പെടെ, അതുപോലെ ഏറ്റുമാനൂർ ക്ഷേത്രം ഉൾപ്പെടെ ദേവസ്വത്തിന്റെ കീഴിൽ തന്നെയുള്ള പല ക്ഷേത്രങ്ങളിലും ആന എഴുന്നള്ളിപ്പ് എന്ന് പറയുന്നത് വളരെ വലിയൊരു ചടങ്ങാണ്. അതിൽ ഒരു ആന മാത്രമല്ല, ഒരുപാട് ആനയുണ്ട്. അപ്പൊ ആ തരത്തിൽ ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആ ചടങ്ങിൽ തന്നെ മുരാരി ബാബു കൃത്യമായി കളങ്കം വരുത്തി അല്ലെങ്കിൽ അഴിമതി കാണിച്ചു എന്ന വാർത്ത പുറത്തു വന്നതാണ്. ഇത് പറയുന്നത് നമ്മളല്ല, ദേവസ്വം വിജിലൻസ് ആണ്. ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട് ദേവസ്വത്തിന് കൈമാറിയതാണ്. ഇയാളുടെ ഒരു തട്ടിപ്പിന്റെ രീതി എന്ന് പറയുന്നത് ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ഒരു ആനയെ എഴുന്നള്ളിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആരെങ്കിലും ആ ആനയെ സ്പോൺസർ ചെയ്യുകയോ അല്ലെങ്കിൽ ആ ആനയുമായി ബന്ധപ്പെട്ട അതിന്റെ ഉടമസ്ഥർക്ക് പണം കൊടുക്കുകയോ ഒക്കെ വേണം.
ഇനി ഏതെങ്കിലുമൊക്കെ തരത്തിൽ ആനയെ സൗജന്യമായിട്ട് എഴുന്നള്ളിക്കാമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ പോലും ഈ ദേവസ്വത്തിലെ ഉദ്യോഗസ്ഥന്മാർ അതിന് സമ്മതിക്കാത്ത ഒരവസ്ഥയുണ്ട്. കാരണം ആരെങ്കിലും അങ്ങനെ സൗജന്യമായി എഴുന്നള്ളിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഇതിൽ കൈയിട്ട് വാരാൻ കഴിയില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. എങ്ങനെയാണ് ഇവർ ഇതിൽ കൈയിട്ട് വാരുന്നത് എന്നുള്ളത് കൂടി നമ്മൾ നോക്കണം. ഒരു ആന എഴുന്നള്ളിക്കുമ്പോൾ ഒരുപാട് സ്പോൺസർമാർ ആ കാര്യത്തിലുണ്ടാവും. അപ്പൊ സ്പോൺസർമാരുമായി ബന്ധപ്പെട്ട് കൃത്യമായി ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, ഒരു സ്പോൺസർ, അതായത് ഒരു ആനയ്ക്ക് ഒരു സ്പോൺസറല്ലേ ആവശ്യമുള്ളൂ, പക്ഷെ അങ്ങനെയല്ല, 10ലേറെ സ്പോൺസർമാരെ ഇവർ കണ്ടെത്തുന്നു. എന്നിട്ട് എല്ലാ സ്പോൺസർമാരോടും ഈ ആനയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പണം എന്ന് പറയുന്നു. എന്നിട്ട് ഏതെങ്കിലും ഒരു സ്പോൺസറുടെ പണം മാത്രം ആനയ്ക്ക് വേണ്ടി ആനയുടെ മുതലാളിക്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ ആനയുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്നു, ബാക്കി പണം മുഴുവൻ അടിച്ചു മാറ്റുന്നു. ഇങ്ങനെ ലക്ഷക്കണക്കിന് രൂപയാണ് ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയത് എന്നാണ് നമ്മൾ അറിയുന്നത്. അതുപോലെ തന്നെ 7.5 പൊന്നാന എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവിടുത്തെ വിലമതിക്കാനാവാത്ത ഏഴപ്പൊന്നാനയുടെ തങ്കത്തിൽ പൊതിഞ്ഞിട്ടുള്ള വിഗ്രഹ രൂപമുണ്ട്. ആ രൂപം അവിടെ നിന്ന് എടുത്ത് അതിന്റെ ശോഭ കുറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തു കൊണ്ടുപോയി മിനുക്കിയെടുത്ത് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം മുരാരി ബാബു അവിടെ ഉദ്യോഗസ്ഥനായിരുന്ന സമയത്ത് നടത്തിയിരുന്നു. അവിടുത്തെ ക്ഷേത്രത്തിലെ തന്നെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഭഗവാനെ അത്രയേറെ സ്നേഹിക്കുന്ന ഭക്തജനങ്ങൾ, ഒരുപക്ഷെ ആ ഭഗവാൻ തോന്നിച്ചതായിരിക്കാം അത്, ഭക്തജനങ്ങൾ അന്ന് വലിയ പ്രശ്നം ഉണ്ടാക്കുകയും ആ നാട്ടിൽ വലിയ പ്രതിഷേധം ഉണ്ടാവുകയും ചെയ്തതിനു ശേഷമാണ് ആ ഒരു ഉദ്യമത്തിൽ നിന്ന് ഈ പറയുന്ന മുരാരി ബാബു അടക്കമുള്ള ആളുകൾ പിന്മാറിയത്. ഇതിൽ പിന്നീട് അന്വേഷണം ഉണ്ടായപ്പോൾ പലതരത്തിലുള്ള തട്ടിപ്പ്, എവിടെയൊക്കെ ഉദ്യോഗസ്ഥനായി ആൾ ഇരുന്നിട്ടുണ്ടോ അവിടെയൊക്കെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നാണ് ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിലുള്ളത്. അങ്ങനെ ഒരാളെ പിന്നീട് ആ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ നിന്ന് മാറ്റിയതിനു ശേഷം കൊണ്ടുപോയി പ്രതിഷ്ഠിക്കുന്നത് എവിടെയാണ്? ശബരിമലയിലാണ്. നല്ല സ്ഥലമാണല്ലോ. കാരണം ഏറ്റുമാനൂർ ക്ഷേത്രത്തെക്കാൾ കൂടുതൽ നല്ല രീതിയിൽ ശബരിമലയിൽ കൊള്ള നടത്താൻ കഴിയും എന്നുള്ളത് കൊണ്ടായിരിക്കുമോ ഇടതുപക്ഷ ഗവൺമെന്റ് മുരാരി ബാബുവിനെ അവിടെ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. കാരണം മുരാരി ബാബു കോൺഗ്രസ്സുകാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചില ഉഡായിപ്പ് ന്യായങ്ങളൊക്കെ ഇറക്കാൻ വേണ്ടി CPM നേതൃത്വം ശ്രമിച്ചെങ്കിലും അതൊക്കെ പാളിപ്പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കാരണം മുരാരി ബാബു കൃത്യമായിട്ട് ഈ പറയുന്ന പോലെ ഇടതുപക്ഷ ദേവസ്വം ജീവനക്കാരുടെ ഇടതുപക്ഷ സംഘടനയിൽ മെമ്പർഷിപ്പ് എടുക്കുന്ന ഫോട്ടോ അടക്കം പുറത്തു വന്ന കാര്യമാണ്. ഇയാൾക്ക് CPM നേതാക്കന്മാരുമായിട്ടുള്ള അടുത്ത ബന്ധം പുറത്തു വന്നതാണ്. ഇയാൾക്ക് സർക്കാരിലെ ഉന്നതരുമായിട്ടുള്ള ബന്ധം പുറത്തു വന്നതാണ്. ഇയാൾ ഒരു സാധാരണ ഉദ്യോഗസ്ഥൻ മാത്രമല്ല എന്നും സർവരെയും ഇയാൾക്ക് പുച്ഛമാണ്. അതായത് ഈ ശബരിമലയിലെ വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ചെന്ന സമയത്ത് നിങ്ങളൊക്കെ ഏതാണ്, നിങ്ങളൊക്കെ എന്താണ് എന്ന നിലയിലാണ് അദ്ദേഹം പുച്ഛത്തോടുകൂടി സംസാരിച്ചത്. ഇപ്പോ ചെമ്പാണെങ്കിൽ അത് ചെമ്പായിരിക്കും എന്ന നിലയിലുള്ള മറുപടിയായിരുന്നു കൊടുത്തത്. ഇപ്പോ വിജയ് മല്യ സ്വർണം പൂശിയിട്ടായിരിക്കും അത് അവിടെ കൊടുത്തിട്ടുണ്ടാവുക, അല്ലാതെ സ്വർണമായിരിക്കില്ല കൊടുത്തത് എന്ന തരത്തിലുള്ള വളരെ വൃത്തികെട്ട രീതിയിലുള്ള ഒരു മാനേഴ്സും ഇല്ലാത്ത സംസാരം ഇയാളുടെ ഭാഗത്തു നിന്ന് അന്ന് മാധ്യമങ്ങളോട് ഉണ്ടായിരുന്നു. എന്ത് ധൈര്യത്തിലാണ് മുരാരി ബാബു ഈ തരത്തിൽ സംസാരിച്ചത്? കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം, ഇത് ഭരിക്കുന്ന ആൾക്കാരുടെ കൃത്യമായ തണലിലാണ് താൻ എന്ന മുരാരി ബാബുവിന്റെ അഹങ്കാരത്തിൽ നിന്നും അമിത ആത്മവിശ്വാസത്തിൽ നിന്നും വന്നിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ ഒരു കാര്യവും ചെയ്തിട്ടില്ല എന്ന് പച്ചയ്ക്ക് നുണ പറയുന്ന രീതിയിലേക്ക് മുരാരി ബാബു പോയത് നമുക്ക് മനസ്സിലാക്കാമായിരുന്നു. അപ്പോൾ അതിനുള്ള ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തതിനു ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി മുൻപ് ശബരിമലയിൽ നിന്ന് സ്വർണം പുറത്തു കൊണ്ടുപോയി തട്ടിപ്പ് നടത്തിയെന്ന് ദേവസ്വത്തിന് ബോധ്യപ്പെട്ടിട്ടും 2025 വീണ്ടും സ്വർണം കൊണ്ടുപോകാനുള്ള അനുമതി കൊടുക്കുന്നതിൽ ഉൾപ്പെടെ ഈ മുരാരി ബാബുവിന് കൃത്യമായ പങ്കുണ്ട്. മറ്റ് ദേവസ്വം ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചു. ഇവിടെ മുരാരി ബാബുവിന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഇത്തരത്തിൽ ഒരു കാര്യം അവിടെ നടന്നിരിക്കുന്നത്. അതായത് തന്ത്രി എന്ന് പറയുന്നത് ആരാണ്? തന്ത്രി എന്ന് പറയുന്നത് ദേവന്റെ പിതാവിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് തന്ത്രി. അങ്ങനെ തന്ത്രി അറിയാതെ ഒരു കാര്യവും ശബരിമലയിൽ ചെയ്യാൻ പാടില്ല. പക്ഷെ ആ തന്ത്രി ഈ വിവരം അറിഞ്ഞിട്ടില്ല. മാത്രവുമല്ല, ശബരിമല എന്ന് പറയുന്നത് ഹൈക്കോടതിയുടെ നേരിട്ടുള്ള ഭരണത്തിന്റെ കീഴിലാണുള്ളത്. അതായത് ഹൈക്കോടതിയുടെ സ്പെഷ്യൽ ഓഫീസർ അവിടെയുണ്ട്. ഈ ശബരിമലയിൽ നടക്കുന്ന പല കാര്യങ്ങളും കണ്ടതുകൊണ്ട് തന്നെ ഹൈക്കോടതിയുടെ ഇടപെടൽ, ഹൈക്കോടതിക്ക് ദേവസ്വം ബെഞ്ചുണ്ട്. ആ ദേവസ്വം ബെഞ്ചിന്റെ ഇടപെടലൊക്കെ വളരെ കൃത്യമായി നടന്നിരുന്ന സ്ഥലമാണ്. അവിടെ സ്പെഷ്യൽ ഓഫീസറെ അവിടെ വെച്ചിട്ടുണ്ട് കോടതി. ആ ഓഫീസർ അറിയാതെ അവിടെ ഒരു ഇല പോലും അനങ്ങരുത് എന്നുള്ളതാണ് നിയമപ്രകാരമുള്ള കാര്യം. പക്ഷേ ആ ഓഫീസർ പോലും അറിയാതെയാണ് ഈ ദ്വാരപാലക ശില്പം, ദ്വാരപാലക പാളി കൊണ്ടുപോയിട്ട് സ്വർണവുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടിയിട്ട് സ്മാർട്ട് ക്രിയേഷനിൽ എത്തിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്തത്. അതിന്റെ ഉത്തരവിറക്കിയതാരാണ്? ദേവസ്വം ഓഫീസറായിട്ടുള്ള മുരാരി ബാബു. അപ്പോ മുരാരി ബാബു എന്ന് പറയുന്ന ഈ മനുഷ്യൻ വലിയ
തെറ്റാണ് അല്ലെങ്കിൽ വലിയ ഒഫൻസ് ആണ് ചെയ്തത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പെട്ടെന്നൊന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത തരത്തിലുള്ള ഒഫൻസ് ആണ് ഇയാൾ ചെയ്തത്. പക്ഷേ ഇത് മുരാരി ബാബുവിൽ മാത്രം നിൽക്കില്ല. മുരാരി ബാബു ആരുടെ പിന്തുണയിലാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്തത്? ആരാണ് മുരാരി ബാബുവിന്റെ പിന്നിൽ കളിക്കുന്നത്? ഏത് CPM നേതാവാണ് ഇയാൾക്ക് പിന്നിലുള്ളത്? ഇയാളും വാസവനും തമ്മിലുള്ള ബന്ധം എന്താണ്? പിണറായിയോടൊപ്പം ഇയാൾ ചിരിച്ചു നിൽക്കുന്നതിന്റെ ഫോട്ടോ പലതവണ നമ്മൾ കണ്ടതാണ്. ദേവസ്വം ബോർഡിൽ ഇത്രയും വൃത്തികെട്ട ഒരു ഓഫീസറെ, അതായത് ദേവസ്വം വിജിലൻസ് തന്നെ ഇയാളെ പണിഷ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്ത റിപ്പോർട്ട് മുക്കി അവിടെ നിന്ന് ശബരിമലയിലേക്ക് ഏറ്റവും നല്ല രീതിയിൽ കൈയിട്ട് വരാൻ പറ്റുന്ന സ്ഥലത്തേക്ക് ഇയാൾക്ക് എന്താണ് ട്രാൻസ്ഫർ കൊടുത്ത മഹാനാരാണ്? അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കാര്യങ്ങൾ എന്താണ്? തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും ഭഗവാന്റെ സ്വത്ത് മോഷ്ടിച്ച, ഭഗവാന്റെ സ്വത്ത് കൈയിട്ട് വാരിയ ആരും തന്നെ രക്ഷപ്പെടില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനിയിപ്പോ അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് വളരെ വിശാലമായ തെളിവെടുപ്പിന് അദ്ദേഹത്തെ ഈ രാജ്യവ്യാപകമായി കൊണ്ടുപോകേണ്ടതുണ്ട്. അത്ര വലിയ സ്ഥലങ്ങളിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്തിട്ടുണ്ട്. 13 ദിവസത്തെ കസ്റ്റഡി കാലയളവിൽ ഇപ്പോ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ SITക്ക് കോടതി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു വലിയ കാലയളവിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പുകൾ SITക്ക് പൂർത്തിയാക്കേണ്ടതുണ്ട്. പക്ഷേ മുരാരി ബാബുവിനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ മുരാരി ബാബു പറയും? ഇനി മുരാരി ബാബുവിന് വേണ്ടി എന്തെങ്കിലും ഇടപെടൽ ഉണ്ടാകുമോ? ഇനി മുരാരി ബാബുവിൽ നിന്ന് മുകളിലേക്ക് ഏതൊക്കെ കാര്യങ്ങൾ പോകും? പ്രശാന്തിന്റെ ഈ പറയുന്ന കാര്യങ്ങളിൽ വലിയ സംശയ നിലയിലാണ് പ്രശാന്ത് ഉള്ളത്. പ്രശാന്ത് ഇതിൽ തെറ്റുകാരനാണ് എന്നുള്ള നിലയിൽ തന്നെ കൃത്യമായി നമുക്ക് മുമ്പിൽ വിവരങ്ങൾ ലഭിച്ചു കഴിഞ്ഞു. N വാസു എന്ന് പറയുന്ന കമ്മീഷണർ, അതുപോലെ തന്നെ N വാസു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ കമ്മീഷണർ ആയിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിരുന്നു. അപ്പോൾ CPMന്റെ ഏറെ വിശ്വസ്തനായിട്ടുള്ള N വാസുവിനെതിരെ എന്ത് നടപടി ഉണ്ടാകും? ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റായിട്ടുള്ള പത്മകുമാർ, CPMന്റെ നേതാവായിട്ടുള്ള ശബരിമല യുവതീ പ്രവേശന സമയത്ത് അന്ന് ശബരിമലയിൽ ഏറ്റവും കൂടുതൽ ചാർജ് വഹിച്ചിട്ടുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നു ആര്? ഈ പറയുന്ന പത്മകുമാറിന്റെ മകന് അവിടെയുള്ള ഈ ഉപകരണങ്ങൾ, യോഗദണ്ഡ് ഉൾപ്പെടെയുള്ള, അതുപോലെ തന്നെ സ്വർണം പൂശിയ രുദ്രാക്ഷം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഇത് പുറത്തു കൊണ്ടുപോയി മെയിൻ്റനൻസ് കൊടുക്കാൻ വേണ്ടി പത്മകുമാർ സ്വന്തം ഇഷ്ടപ്രകാരം ഇത് കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ കാര്യത്തിലടക്കം എന്തുകൊണ്ട് അന്വേഷണം പോകുന്നില്ല എന്നുള്ള കാര്യം വളരെ സംശയാസ്പദമായിട്ട് നിലനിൽക്കുന്ന കാര്യമാണ്. അപ്പോൾ എന്തായാലും ഇത്തരത്തിൽ വലിയ ആരോപണങ്ങളും അതുപോലെ തന്നെ പുതിയ പുതിയ ആളുകൾ ഈ കേസിലേക്ക് വരികയും നേതാക്കന്മാർ ഉൾപ്പെടെ, ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ, ദേവസ്വം ബോർഡിന്റെ പല മെമ്പർമാരും ഉൾപ്പെടെ ഇതിൽ കുടുങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇതിലാകെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് SIT ഗവൺമെന്റ് കീഴിലുള്ളതാണെങ്കിലും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് ഈ കേസ് അന്വേഷിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അത്ര പെട്ടെന്നൊന്നും എല്ലാവരെയും രക്ഷിച്ചെടുക്കാനൊന്നും CPMന് കഴിയില്ല എന്നുള്ളത് ഒരു നിർണായകമായ അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് അവിടെ നിലനിൽക്കുന്നുണ്ട്. അത് ഒരു തരത്തിൽ അയ്യപ്പന്റെ കളി തന്നെയാണ് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. എന്തായാലും മുരാരി ബാബു പെട്ടതിനു ശേഷം സുകുമാരൻ നായർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വലിയ പ്രശ്നമാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം സുകുമാരൻ നായർ നേരിട്ടല്ലെങ്കിൽ കൂടിയും സുകുമാരൻ നായരുടെ അടുത്ത ഒരു എന്താണ് ബന്ധത്തിലുള്ള, അതുപോലെ തന്നെ പെരുന്നയിലെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഒരാളെയാണ് ഈ കേസിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോ മുരാരി ബാബുവിനോട് നിർബന്ധമായി രാജ്യമൊക്കെ വാങ്ങി NSS എങ്കിൽ പോലും സുകുമാരൻ നായർ ഉൾപ്പെടെയുള്ള NSSന്റെ ആളുകൾക്ക് ഇതിൽ നിന്ന് അങ്ങനെ പെട്ടെന്നൊന്നും കൈ കഴുകാൻ കഴിയില്ല. കാരണം ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സുകുമാരൻ നായർക്കൊന്നും യാതൊരു തരത്തിലുള്ള ബന്ധവും ഇല്ല എന്ന് നമുക്കറിയാം. പക്ഷേ ഇതിന്റെ ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട്. ഇയാളെ കൊണ്ടു നടന്നതിന്, ഇയാളെ ഈ കയ്യിൽ വെച്ച് സൂക്ഷിച്ചതിന്, എന്താ പറയാ, നിധി പോലെ കൊണ്ടു നടക്കുക എന്ന് പറയില്ലേ. ശബരിമല പ്രവേശന സമയത്തും ഇയാൾ ഇടതുപക്ഷ യൂണിയന്റെ ഭാഗമായി നിന്നുകൊണ്ട് പലതരത്തിൽ തട്ടിപ്പ് നടത്തി. ഇയാൾക്കെതിരെ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ നിന്ന് തട്ടിപ്പ് നടത്തിയതിന് ദേവസ്വം ബോർഡിന്റെ അല്ലെങ്കിൽ ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തലുണ്ട് എന്നൊക്കെ സുകുമാരൻ നായർ ഉൾപ്പെടെയുള്ള ദേവസ്വം ഈ പറയുന്ന NSSലെ ആളുകൾ മനസ്സിലാക്കിയിട്ട് എന്തുകൊണ്ട് ഇയാളെ മാറ്റി നിർത്തിയില്ല എന്നുള്ള ചോദ്യമുണ്ടല്ലോ. അത് വളരെ വളരെ നിർണായകമായ ചോദ്യമാണ് അതിലൂടെ രംഗത്ത് വരുന്നത്. എന്തായാലും ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ അയ്യപ്പ സംഗമം നടത്തി ഒരു കപട സംഗമത്തിന് പോയി നിന്നുകൊടുത്തു എന്നതിന്റെ പേരിൽ തന്നെ സുകുമാരൻ നായർ ഏറെ വിമർശനാത്മകമായിട്ടുള്ള നടപടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ വിമർശനം അല്ലെങ്കിൽ പരാതികൾ, പരിഹാസമൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഈ മുരാരി ബാബു കൂടെ അറസ്റ്റിലാവുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അറസ്റ്റിലാവുന്ന സമയത്ത് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടതുണ്ട്. എന്തായാലും വലിയ വലിയ മീനുകളിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം.